ജമ്മു കശ്മീരിലെ മഞ്ഞുരുകുന്ന മലനിരകളിൽ പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കുപ്വാരയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ശ്വാസമടക്കി പിടിച്ച് മാത്രം കേൾക്കേണ്ട ഒരു അത്യന്തം അപകടകരമായ സൈനിക ഓപ്പറേഷനാണ്. ഒരു വൻ ദുരന്തം, അതും ഇന്ത്യയെ ചോരയിൽ മുക്കി കുളിക്കാൻ പദ്ധതിയിട്ട ഒരു വലിയ ഭീകരാക്രമണ പദ്ധതിയാണ് നമ്മുടെ ജവാന്മാർ തകർത്തെറിഞ്ഞത്. കശ്മീരിന്റെ മണ്ണിൽ വീണ്ടും അശാന്തി വിതയ്ക്കാൻ അതിർത്തി കടന്നെത്തിയ ആയുധപ്പോരുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലാണ്. സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടിയ ആ ഒരു രഹസ്യ വിവരം, അവിടെ നിന്നാണ് ഈ കഥ മാറുന്നത്. കശ്മീരിൽ ഭീകരവാദത്തിന്റെ വേരറുക്കാൻ കേന്ദ്ര സർക്കാരിന് സീറോ ടോളറൻസ് നയം കൃത്യമായി നടപ്പിലാക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ആ നടുക്കുന്ന നീക്കം എന്തായിരുന്നു? ശത്രുക്കൾ പോലും ഞെട്ടിപ്പോയ ആ ഓപ്പറേഷൻ കെരാൻ സെക്ടർ വിശദമായി അറിയാം. കഴിഞ്ഞ ദിവസം സാധാരണ പോലെ ശാന്തമാണെന്ന് തോന്നിയ ഒരു പുലർക്കാലം. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വടക്കൻ കമാൻഡിന് കീഴിലുള്ള ചീനാർ കോർപ്സ് ആസ്ഥാനത്ത് ഒരു അതീവ രഹസ്യ സന്ദേശം എത്തുന്നു. കുപ്വാര ജില്ലയിലെ കെരാൻ സെക്ടറിലെ തന്ത്രപ്രധാനമായ കാട്ടുപ്രദേശത്ത് ഭീകരർ താവളമടിച്ചിരിക്കുന്നു. ഇതായിരുന്നു ആ വിവരം. സാധാരണ ഒരു രഹസ്യ വിവരമായിരുന്നില്ല അത്. വൻതോതിലുള്ള അട്ടിമറി ലക്ഷ്യമിട്ട് അതിർത്തി കടത്തിവിട്ട മാരകായുധങ്ങൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യവും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി ആ പ്രദേശം വളഞ്ഞു. കടുത്ത മൂടൽമഞ്ഞും ചെങ്കുത്തായ മലനിരകളും നിറഞ്ഞ കെരാൻ സെക്ടറിൽ തിരച്ചിൽ നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നമ്മുടെ ജവാന്മാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പ്രകൃതി പോലും വഴിമാറി. തുടർന്ന് നടന്നത് സമാനതകളില്ലാത്ത ഒരു തിരച്ചിലായിരുന്നു. ഒടുവിൽ ഭീകരർ അതിവിദഗ്ധമായി മരക്കൂട്ടങ്ങൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യ താവളം സൈന്യം കണ്ടെത്തി. അവിടെ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ ഭാരതത്തിലെ ഏതൊരു പൗരന്റെയും നെഞ്ചിലൊന്ന് പിടയും. കാരണം അത്രമാത്രം വിനാശകരമായ യുദ്ധസാമഗ്രികളാണ് അവിടെ സൂക്ഷിച്ചത്. 5 AK സീരീസ് മാരക റൈഫിളുകൾ, കൂടാതെ ഏത് വലിയ ആക്രമണത്തിനും ഭീകരർ ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ആയുധമാണിത്. പിന്നെ 9 AK മാഗസിനുകൾ, അതായത് തടസ്സമില്ലാതെ വെടിയുതിർക്കാൻ സജ്ജമാക്കിയവയാണ്. പിന്നെ ഹാൻഡ് ഗ്രനേഡുകൾ, ജനക്കൂട്ടത്തിന് നേരെയോ സൈന്യത്തിന് നേരെയോ എറിഞ്ഞുകൊണ്ട് വൻ നാശനഷ്ടം വരുത്താൻ സൂക്ഷിച്ചവയാണിത്. വൻതോതിലുള്ള വെടിക്കോപ്പുകളും മറ്റ് യുദ്ധസാമഗ്രികളും, ഒരു ചെറിയ യുദ്ധത്തിന് മാസങ്ങളോളം ഉപയോഗിക്കാൻ തികയുന്നത്ര മാരകമായ വെടിയുണ്ടകളുടെ ശേഖരവും. ഈ ആയുധങ്ങൾ കശ്മീരിലെ ഏതെങ്കിലും നഗരങ്ങളിലേക്കോ ജനവാസ മേഖലകളിലേക്കോ എത്തിയിരുന്നുവെങ്കിൽ അപ്പോഴുണ്ടാകുമെന്ന ദുരന്തം എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനെയാണ് ഒരൊറ്റ നീക്കം കൊണ്ട് നമ്മുടെ ചിനാർ കോർപ്സ് തവിട്ട് പൊടിയാക്കിയത്. ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്റലിജൻസ് നെറ്റ്വർക്ക് തന്നെയാണ്. ഒരു കാലത്ത് ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കാൻ ചില പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിരുന്ന കശ്മീർ അല്ല ഇന്നത്തേത്. ഇന്ന് കശ്മീരിലെ സാധാരണ ജനങ്ങൾ സമാധാനവും വികസനവും ആഗ്രഹിക്കുന്നു. ഭീകരരുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ ഇന്ന് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ നയങ്ങളുടെയും കശ്മീരിൽ കൊണ്ടുവന്ന ജനാധിപത്യ മാറ്റങ്ങളുടെയും വലിയൊരു വിജയമാണ്. ശത്രുക്കളുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. കാടുകളിലോ ഗുഹകളിലോ എവിടെ ഒളിച്ചാലും ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ ഭീകരർക്കാവില്ല എന്നതിന്റെ തെളിവാണ് കെരാൻ സെക്ടറിലെ ഈ വിജയം. ഈ വിജയങ്ങൾ വെറുതെ ഉണ്ടാകുന്നതല്ല, അതിന് പിന്നിൽ കൃത്യമായൊരു ഇച്ഛാശക്തിയുണ്ട്. മുൻകാലങ്ങളിൽ അതിർത്തികളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ദിവസങ്ങളോളം വർഷങ്ങളോളം ആലോചിച്ചിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. കേന്ദ്ര സർക്കാരിന്റെ സീറോ ടോളറൻസ് ടെററിസം, അഥവാ ഭീകരതയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നയം സൈന്യത്തിന് നൽകിയിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഭീകരർ രാജ്യത്തേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ അനുമതിക്കായി കാത്തു നിൽക്കാതെ അവരെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ആധുനിക ആയുധങ്ങളും തന്ത്രപരമായ സ്വാതന്ത്ര്യവും ഇന്ന് ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഭീകരവാദത്തിന് ഫണ്ടിംഗ് നൽകുന്ന വഴിത്തിരിവുകൾ കേന്ദ്ര ഏജൻസികൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി. കശ്മീരിലെ വിഘടനവാദികൾക്ക് വിദേശത്ത് നിന്നും ലഭിച്ചിരുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിലച്ചതോടെ ആയുധങ്ങൾ വാങ്ങാനോ ആളുകളെ സ്വാധീനിക്കാനോ ഭീകര സംഘടനകൾക്ക് കഴിയുന്നില്ല. ഇതിന്റെ ഫലമായിട്ടാണ് നിരാശരായ ഭീകരർ അതിർത്തിക്കപ്പുറത്ത് നിന്നും ആയുധങ്ങൾ ഒളിച്ചു കടത്താൻ നോക്കുന്നതും അതിനെയെല്ലാം ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ വെച്ച് തന്നെ പിടികൂടുന്നതും. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ശക്തമായ രാജ്യമാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള അയൽ രാജ്യങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് കളിമൺ കോട്ടകൾ കിട്ടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ ലോകത്തിന് നൽകുന്നത്. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും അത്യാധുനിക തോക്കുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു നൽകാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. ഇത് ജവാന്മാരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. കുപ്വാരയിലെ കെരാൻ സെക്ടറിൽ ചിനാർ കോർപ്സ് നൽകിയ ഈ ഓപ്പറേഷൻ ഈ ഒരു കാര്യം അടിവരയിടുന്നു. ഭാരതത്തിന്റെ മണ്ണിലേക്ക് തിന്മയുടെ കണ്ണുകളുമായി നോക്കുന്ന ആരും ഇവിടെ ജീവനോടെ നിന്നും മടങ്ങില്ല. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ്, കാരണം അവിടെ കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യമായ ഇന്ത്യൻ ആർമിയാണ്. അവർക്ക് ശക്തമായ പിന്തുണയുമായി ഡൽഹിയിൽ ഒരു ഉറച്ച ഭരണകൂടവും ഉണ്ട്. ശത്രുക്കളുടെ ഏത് തരം ആയുധ ശേഖരത്തെക്കാളും വലുതാണ് നമ്മുടെ ജവാന്മാരുടെ നെഞ്ചുറപ്പ്. രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന നമ്മുടെ ധീര ജവാന്മാർക്ക് ഒരു വലിയ സല്യൂട്ട്. കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ വിഷയത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ തകർപ്പൻ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. നമ്മുടെ ജവാന്മാർക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.